തുടർന്ന് ആശാനും ഉള്ളൂരും വള്ളത്തോളും ക്ലാസിസത്തിൻ്റെ പാരമ്പര്യത്തിലാണ് വളർന്നു വന്നതെന്ന് നമുക്കറിയാം. അപ്പം അതുപോലെ തന്നെ നമ്മൾ നാലപ്പാട്ടിനെ കുറിച്ച് പറഞ്ഞു, ശങ്കരക്കുറുപ്പിനെ കുറിച്ചും പറഞ്ഞു. ഇനി അതുപോലെ റൊമാൻറ്റിസിസത്തിൻ്റെ, അതായത് ഉത്തര റൊമാൻറ്റിസിസത്തിൻ്റെ പ്രതിനിധികളായിട്ടുള്ള 3 പേരുണ്ട്. ചങ്ങമ്പുഴ, ഇടപ്പള്ളി, അതുപോലെ തന്നെ കുഞ്ഞിരാമൻ നായർ. ഈ 3 പേരെക്കുറിച്ച് കൂടി നമുക്ക് പറയാം. അതായത് ആദ്യം പറഞ്ഞത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്നാണ്. 1911 എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. 1948 അദ്ദേഹം മരിച്ചു. മലയാള കവിയും അതുപോലെ ഗദ്യകാരനും ആയിരുന്നു. ചങ്ങമ്പുഴ എന്നുള്ള ഒരു പേര് കേൾക്കുമ്പോഴേ ആദ്യം മനസ്സിലേക്ക് വരുന്ന പേര് രമണൻ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധ കാവ്യകൃതിയാണ് രമണൻ. അപ്പോൾ രമണൻ അടക്കം നിരവധി കൃതികളിലൂടെ മലയാളിയുടെ മനസ്സിൽ ഇടം നേടിയ കവിയാണ് ശ്രീ ചങ്ങമ്പുഴ. ഹൈസ്കൂൾ വിദ്യാഭ്യാസം അവസാനിച്ച കാലത്താണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും അതുപോലെ തന്നെ ഇടപ്പള്ളി പ്രസ്ഥാനത്തിൻ്റെ ജനയിതാക്കളിൽ ഒരാളും കവിയുമായിരുന്ന ഇടപ്പള്ളി രാഘവൻ പിള്ള ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ ഈ സംഭവം അദ്ദേഹത്തെ വളരെയധികം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അഗാധമായി അത് സ്പർശിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ മനംനൊന്ത് അദ്ദേഹം എഴുതിയ വിലാപ കാവ്യമാണ് രമണൻ. അതുപോലെ തന്നെ കവിതാ സമാഹാരങ്ങൾ, ഖണ്ഡകാവ്യങ്ങൾ, പരിഭാഷകളെന്ന് പറഞ്ഞാൽ തർജ്ജിമകളാണ്, ട്രാൻസ്ലേഷൻസ്, നോവലുകൾ ഉൾപ്പെടെ അദ്ദേഹം നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട്. അതിമനോഹര കാവ്യങ്ങൾ രചിച്ചത് കൊണ്ട് തന്നെയാണ് പ്രൊഫസർ എം കെ സാനു എന്ന് പറയുന്ന നിരൂപകനാണ്. അദ്ദേഹം നക്ഷത്രങ്ങളുടെ പ്രേമഭാജനം എന്ന് ചങ്ങമ്പുഴയെ വിശേഷിപ്പിച്ചത്. രമണൻ, മനസ്സുനി, വാഴക്കുല, ബാഷ്പാഞ്ജലി, ഓണപ്പൂക്കൾ, സ്പന്ദിക്കുന്ന അസ്ഥിമാടം തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. ഈ സ്പന്ദിക്കുന്ന അസ്ഥിമാടം എന്ന് പറയുന്ന കാവ്യത്തിൽ കുറച്ച് വരികൾ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത് പറഞ്ഞ പേരാണ് ഇടപ്പള്ളി ഓൾറെഡി പറഞ്ഞു, ഇടപ്പള്ളി രാഘവൻ പിള്ള. അദ്ദേഹം ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ അടുത്ത സുഹൃത്തും ഏറ്റവും വേണ്ടപ്പെട്ട ആളുമായിരുന്നു. പകുതി യുഗസൃഷ്ടാവും പകുതി സ്വയംഭൂവും ആയ ചേതനയാണ് അദ്ദേഹത്തിൻ്റേതെന്ന്, അതായത് ഇടപ്പള്ളിയുടേതെന്ന് പല നിരൂപകന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. തുഷാരഹാരം, നവസൗരഭം, ഹൃദയസ്മിതം, മണിനാദം, ഈ 4 കൃതികളാണ് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളത്. ഇതിൽ മണിനാദം എന്ന് പറയുന്ന കൃതി എന്ന് പറയുന്നത് ഇടപ്പള്ളി മരിച്ചതിന് ശേഷം പ്രസിദ്ധീകരിക്കുന്ന കൃതിയാണ്. അദ്ദേഹം എഴുതി തയ്യാറാക്കിയെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണിനാദം എന്ന് പറയുന്ന കൃതി പിന്നീട് പ്രസിദ്ധീകരിക്കുന്നത്. അതുപോലെ കുഞ്ഞിരാമൻ നായർ 1905 കാഞ്ഞങ്ങാടാണ് ജനിച്ചത്. 1978 അദ്ദേഹം മരിച്ചു. കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യം കവിതയിലേക്ക് ആവാഹിച്ച കവി, പ്രകൃതിയുടെ കവി എന്നും കുഞ്ഞിരാമൻ നായർ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ പി എന്ന മലയാള സാഹിത്യത്തിൽ പി എന്ന കവിയാണ് പി കുഞ്ഞിരാമൻ നായർ. താമരത്തോണി, താമരത്തേൻ, വയൽക്കരയിൽ, പൂക്കളം, കളിയച്ചൻ, അനന്തൻ കാട്ടിൽ, ചന്ദ്രദർശനം, ചിലമ്പൊലി, തിരുമുടിമാല, രഥോത്സവം തുടങ്ങിയ നിരവധി കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥകൾ, കവിയുടെ കാൽപ്പാടുകൾ, നിരവധി കേട്ടറ്റ് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കവിയുടെ കാൽപ്പാടുകൾ, അതുപോലെ എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തേടി തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിൻ്റെ ആത്മകഥകളാണ്. തുടർന്ന് പാഠത്തിലേക്ക് വന്നാൽ, ഉള്ളൂരും വള്ളത്തോളും ആശാനേക്കാൾ കൂടുതലായി അക്കാലത്തെ പ്രസിദ്ധ കവികളുടെ സുഹൃത്ത് മണ്ഡലങ്ങളിൽ പെരുമാറിയിരുന്നു. കവിതയും അതുപോലെ തന്നെ വെടിപറയലും രണ്ടല്ലെന്ന മട്ടിൽ കഴിഞ്ഞുകൂടിയതാണ് ആ കാലഘട്ടത്തിൽ. അപ്പോൾ വള്ളത്തോളും ഉള്ളൂരും സാമ്പ്രദായികന്മാരായി രംഗപ്രവേശം ചെയ്തപ്പോൾ ആശാൻ അസാമ്പ്രദായികനായിട്ടാണ് രംഗപ്രവേശം ചെയ്തതെന്ന് ചുരുക്കത്തിൽ വേണമെങ്കിൽ പറയാം. ആശാൻ്റെ പ്രാരംഭകാലത്തെ കൃതികളിൽ പോലും ഈ വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. അരനൂറ്റാണ്ട് കാലത്തെ മലയാള കവിതയുടെ ചരിത്രം പരിശോധിക്കുന്ന ഒരാൾക്ക് ഒരു കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പാശ്ചാത്യ ദേശങ്ങളിൽ നിന്ന് ഒന്നോ
1.5 നൂറ്റാണ്ട് കൊണ്ട് സംഭവിച്ച പരിവർത്തനങ്ങൾ ഇവിടെ കഷ്ടിച്ച് അരനൂറ്റാണ്ട് കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. വേർഡ്സ്വർത്ത് ഓൾറെഡി പറഞ്ഞതാണ്. വേർഡ്സ്വർത്തും അതുപോലെ തന്നെ എലിയറ്റും വേർഡ്സ്വർത്തും എല്ലാം നമ്മുടെ കവിതകളിൽ അപ്പോൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഫാഷന് വേണ്ടിയാണെന്ന് പറയുന്നില്ല, കാലപ്രവാഹത്തിൻ്റെ സ്പന്ദങ്ങൾ തന്നെയാണ്. ആശയത്തിൻ്റെ തള്ളിക്കയറ്റത്തിൽ കവിതയിൽ ഫോറിൻ മാറ്റർ അധികമായി വരുന്നുണ്ടോ എന്നൊരു ആശങ്ക മാത്രം ശേഷിക്കുന്നു എന്നദ്ദേഹം പറയുന്നു. അപ്പോൾ ആദ്യ കാലഘട്ടത്തിലെ കവിത മുതൽ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ പി കുഞ്ഞിരാമൻ നായർ അദ്ദേഹത്തിൻ്റെ കവിത ആ ഒരു കാലഘട്ടം വരെ ഉള്ള കവിതകളുടെ ആ കവിതകളും അത് കടന്നു വന്ന പ്രസ്ഥാനങ്ങളും അതിനെ സംബന്ധിച്ചൊക്കെ ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും എല്ലാം അദ്ദേഹം ഇവിടെ ചർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത്.